പ്രൈസ് ദി ലോർഡ്. JCNDSD അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലും JCNDSDയുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലുമായി നിത്യയുവമൊഴികൾ എന്ന പ്രസംഗ പരമ്പരയിൽ പതിവായി എല്ലാ വൈകുന്നേരങ്ങളിലും 7:30 നടത്തിവരുന്ന പ്രസംഗ പരമ്പരയുടെ ഭാഗമായി ഈ വെള്ളിയാഴ്ചയും എളിയവന് ഒരു സന്ദേശവുമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ ഭാഗ്യപദവിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ JCNDSDയുടെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുകയും ഇതിനെ സബ്സ്ക്രൈബ് ചെയ്തും ഇതിനെ ശ്രവിച്ചും ലൈക്ക് ചെയ്തും മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്തും സത്യസുവിശേഷത്തിൻ്റെ ഘോഷണത്തിൽ പങ്കാളികളായിത്തീർന്ന എല്ലാ ദൈവമക്കളെയും ഒരിക്കൽ കൂടി വേഗം വരുന്നവനായ യേശുവ മെസ്സിഹയുടെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ രാത്രിയിൽ അറിയിക്കുന്നു. നാം ജീവിക്കുന്ന ഈ തലമുറ കാലങ്ങളായി പ്രസ്താവിച്ചു പോരുന്ന ഒരു യഥാർത്ഥ സത്യത്തിൻ്റെ നിവർത്തീകരണത്തിൻ്റെ നാളുകളാണ് എന്നുള്ള കാര്യം നമ്മിൽ പലരും ഒരുപക്ഷെ ഗൗരവത്തോടെ ചിന്തിക്കുന്നുണ്ടായിരിക്കത്തില്ല. നമുക്ക് അറിയാവുന്ന വിഷയമാണെങ്കിലും ജീവിത വ്യഗ്രതകൾ കൊണ്ടും ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നടുവിലും ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിലും പലപ്പോഴും നാം മറന്നുപോകുന്ന ഒരു വസ്തുതയുണ്ട്. ആ വസ്തുത നാം ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടത് സകല മനുഷ്യരെയും പോലെ ഈ ലോകത്ത് ജീവിക്കുവാനല്ല, മറിച്ച് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ദൗത്യമുണ്ട്, നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്, നമ്മുടെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്ന ഒരു ദൈവമുണ്ട്. നാം ദൈവസന്നിധിയിൽ എത്തിച്ചേരണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരമമായ ആഗ്രഹവും ലക്ഷ്യവും. ഈ ലോകത്ത് ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ആദാം എന്ന ആദ്യത്തെ മനുഷ്യൻ ഭൂമിയിൽ ചിരകാലം വസിക്കുവാൻ, നിത്യം വസിക്കുവാനായി സൃഷ്ടിക്കപ്പെട്ടവനെങ്കിലും അവൻ ദുഷ്ടപിശാചിന് ചെവി കൊടുത്ത് ദൈവകൽപ്പനയെ മറികടന്ന് പാപം ചെയ്ത വഴി താൻ മാത്രമല്ല തന്നിൽ നിന്ന് പുറപ്പെട്ട സകല മനുഷ്യരെയും, ഇന്നും ജനിച്ചുകൊണ്ടിരിക്കുന്ന സകലരെയും പാപത്തിൻ്റെ കീഴാക്കി കളഞ്ഞു. ദൈവവചനം പറയുന്നത് ആ ഒരേ ഒരു വ്യക്തിയാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നുവെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൈവേലയായ കരവേലയായ ആദ്യത്തെ മനുഷ്യനായ ആദാം, മണ്ണിൽ നിന്നുകൊണ്ട് ദൈവം വനഞ്ഞ മനുഷ്യൻ തൻ്റെ പാപനിമിത്തം മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് മണ്ണിലേക്ക് മടങ്ങുക എന്നുള്ള കൽപ്പന കേട്ടുകൊണ്ടാണ് അവൻ്റെ ജീവിതത്തിൻ്റെ പ്രയാണം തന്നെ ആരംഭിക്കുന്നത്. എന്നാൽ ദൈവം അവിടെ വെച്ച് എല്ലാം അവസാനിപ്പിച്ചില്ല. ദൈവം പാപത്താൽ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം ഏദൻ പറുദീസയിൽ വെച്ച് ഒരു വാഗ്ദത്തം ചെയ്തു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. എപ്രകാരം ദുഷ്ടനായ പിശാചിൻ്റെ ആലോചനയാൽ നിത്യവൻ്റെ അവകാശ അധികാരങ്ങൾക്ക് തങ്ങൾ അവകാശത്തിന് പുറത്തു പോകുവാൻ ഇടയായോ, അവിടെ കൊണ്ട് ദൈവം അവസാനിപ്പിക്കാതെ സാത്താൻ്റെ മേൽ ജയം കൊള്ളുവാൻ ഒരുവൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ആദ്യ 3-ാമത്തെ അധ്യായത്തിൽ തന്നെ നാം ഈ ഒരു വാഗ്ദത്തം വായിക്കുന്നത്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. പിന്നീട് വന്ന പ്രവാചകന്മാരെല്ലാവരും, സങ്കീർത്തകന്മാരും എല്ലാവരും ഈ വരുവാനുള്ള സ്ത്രീയുടെ സന്തതിയെക്കുറിച്ച്, അവൻ വരുമ്പോൾ ആരായിരിക്കും, എങ്ങനെയായിരിക്കും, അവൻ്റെ ജനനം എങ്ങനെയായിരിക്കും, അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും, അവൻ്റെ മരണം എങ്ങനെയായിരിക്കും, അവൻ നൽകുന്ന രക്ഷ എങ്ങനത്തെ രക്ഷയായിരിക്കും, അവൻ ആരാണ് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തമായ ചിത്രം നൽകിക്കൊണ്ടാണ് പിന്നീട് ഇങ്ങോട്ടുള്ള സകല ഗ്രന്ഥങ്ങളും നാം വായിക്കുന്ന 66 പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഉൽപ്പത്തിയിലെ മനുഷ്യൻ്റെ പതനം മുതൽ മലാക്കി പ്രവചനത്തിൽ പഴയ നിയമം അവസാനിക്കുമ്പോൾ അതിൽ ഉടനീളം ഒരു മെസ്സിഹ, ഒരു വാഗ്ദത്ത മെസ്സിഹയെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങളുടെ നിരവധി പ്രവചനങ്ങളുടെ ഒരു സമാഹാരം തന്നെയാണ്
പഴയ നിയമത്തിലെ പുസ്തകങ്ങളായ 39 പുസ്തകങ്ങളും. പിന്നീട് പുതിയ നിയമത്തിൽ നാം വായിക്കുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ തുടങ്ങിയ സുവിശേഷകന്മാർ പഴയ നിയമത്തിലെ വാഗ്ദത്ത മസ്സിഹായുടെ ഈ ലോകത്തിലെ പിറവി മുതൽ കുരിശിലെ മരണവും പുനരുദ്ധാനവും സംബന്ധിച്ചുള്ള രേഖകൾ എഴുതി. 4 പേരും 4 പേരുടെ ആംഗിളുകളിൽ നിന്നുകൊണ്ട് പഴയ നിയമത്തിൽ അവനെ പ്രസ്താവിച്ചിട്ടുള്ളത് ചിലർ ദാസനായും, ചിലപ്പോൾ രാജാവായും, ചിലപ്പോൾ മനുഷ്യനായും, ചിലപ്പോൾ ദൈവമായും ആണ് വരുവാനുള്ള മെസ്സിഹായുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്ന് എഴുതിയിരിക്കുന്നതിന് പ്രകാരം 4 പേരും ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് കൊടുത്ത ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവർക്ക് നൽകിയ വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ 4 പേരും മെസ്സിഹായുടെ 4 വിധ സ്വഭാവത്തെ സംബന്ധിച്ച് 4 ആംഗിളിൽ നിന്നുകൊണ്ട് മെസ്സിഹ ചെയ്യുന്ന കാര്യങ്ങളെ വർണ്ണിക്കുന്നു. അങ്ങനെ 39 പുസ്തകങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള മസ്സിഹ ബത്ലഹേമിൽ മീഖ 5:2 പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂജാതനായതു മുതൽ കാൽവരി കൊലക്കളത്തിൽ മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായി മരിക്കുകയും തുടർന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത് സ്വർഗത്തിലേക്കുള്ള ആരോഹണം വരെയുള്ള കാര്യങ്ങളാണ് ഈ 39 പുസ്തകങ്ങളുടെ ഇതിവൃത്തമായി വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്ന സത്യങ്ങളുടെ നിവർത്തിയായി 4 സുവിശേഷങ്ങളിൽ നാം കാണുന്നത്. എന്നാൽ യഹൂദൻ അവൻ്റെ വാഗ്ദത്ത മെസ്സിഹായെ സ്വീകരിക്കാതെ അവനെ അവർ തള്ളിക്കളയുകയും അവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത് കൊല്ലുകയും ചെയ്തു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവെങ്കിലും അവർ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ യോഹന്നാൻ 1:12 പറയുന്ന അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തെ, അതായത് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളുന്നവൻ, സ്വീകരിക്കുന്നവൻ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ രക്ഷയ്ക്കായി നൽകപ്പെട്ട യേശു എന്ന നാമം, ഹെബ്രായ ഭാഷയിൽ യേശുവ എന്ന നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ്റെ ആ നാമത്തിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ഏകസത്യദൈവമായ യഹോശുവ മെസ്സിഹ ആകുന്നു എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ പുത്രന്മാരായി തീരുവാനുള്ള അവകാശം ദൈവം കൊടുത്തു. ഏദൻ പറുദീസയിൽ ദൈവം ഭൂമിക്ക് അധിപതിയായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവിടെ തനിക്ക് സ്ഥിരമായി താമസിക്കാൻ കഴിയാതെ സർപ്പത്തിൻ്റെ പിശാചിന് ചെവി കൊടുത്ത് അവൻ്റെ അധികാര അവകാശങ്ങളിൽ നിന്ന് പുറത്തു പോയപ്പോൾ അതേ പുത്രത്വത്തിൻ്റെ അവകാശത്തിലേക്ക് മനുഷ്യനെ പുനഃസ്ഥാപിക്കേണ്ടതിന് വേണ്ടി ദൈവം തന്നെത്താൻ കാലസമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്നും ജഡമെടുത്ത് ലോകത്തിൽ വന്നു. പിശാചിൻ്റെ വാക്ക് കേട്ടനുസരിച്ച് നിത്യജീവൻ്റെ ഓഹരിയിൽ നിന്നും മരണം എന്ന വേർപാടിൻ്റെ കൽപ്പന അല്ലെങ്കിൽ വേർപാട് എന്നുള്ള സത്യത്തെ ഏറ്റുവാങ്ങിക്കൊണ്ട് ആദാം ഏദൻ പറുദീസയിൽ നിന്ന് പുറത്തു പോയപ്പോൾ വാഗ്ദത്ത സന്തതിയായ മെസ്സിഹ അതേ ദൈവപുത്രത്തിൻ്റെ അവകാശത്തിലേക്ക് മനുഷ്യനെ വീണ്ടെടുക്കേണ്ടതിന് പാപമരണമായ വേർപാട് നിമിത്തം ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയ ആദാമ്യ സന്തതിയെ വീണ്ടെടുക്കുവാൻ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ തോൽപ്പിച്ച് ജീവപര്യന്തം മരണഭീതിയിൽ കഴിയുന്നവരെയൊക്കെയും വിടുവിക്കുവാൻ അവൻ ലോകത്തിൽ പ്രത്യക്ഷമായത് മറ്റൊരുവനല്ല, അവൻ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തന്നെയാണ്. മനുഷ്യനെ വീണ്ടെടുക്കുവാൻ മറ്റൊരു മനുഷ്യനോ കാറ്റിനോ അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള സൃഷ്ടികളിൽ ഒന്നിനോ കഴിയില്ല എന്നറിയുന്ന ദൈവം, മനുഷ്യൻ്റെ പിതാവായ ദൈവം തന്നെത്താൻ ഈ ലോകത്ത് ഇറങ്ങി വന്നു എന്നാണ് ഫിലിപ്പി ലേഖനം 2:5 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ അവൻ തന്നെത്താൻ ഒഴിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ ദൈവത്തോടുള്ള സമത മുറുകെ പിടിക്കാതെ തന്നെത്താൻ ഒഴിച്ചു. തന്നെത്താൻ എന്നുള്ള ആയാം എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരമുള്ള ദൈവത്വം അവൻ ഒഴിച്ചു. അത് വിട്ടുകളഞ്ഞിട്ട്
അവൻ മനുഷ്യനായി വിളങ്ങി, വേഷത്തിൽ മനുഷ്യനായി ക്രൂസിലെ മരണത്തോളം തന്നെ താഴ്ത്തി മനുഷ്യ സാദൃശ്യത്തിലായി അവൻ അലളിയ എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി ക്രൂസിൽ മരിക്കേണ്ടതിന് ലോകത്തിലേക്ക് വന്നു സർവശക്തനായ ദൈവത്തിൻ്റെ ജഡപ്രത്യക്ഷത. അങ്ങനെ അവൻ്റെ മരണത്താൽ നമ്മെ വീണ്ടെടുക്കുക മാത്രമല്ല, നിത്യവും അവനോടുകൂടെ വസിക്കുവാനുള്ള ഒരു വാഗ്ദത്തം കൂടി നമുക്ക് നൽകി. പഴയ നിയമത്തിൽ നാം അങ്ങനെ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടക്കുകയും പിന്നീട് അവൻ കാണാതാവുകയും ചെയ്തു. അങ്ങനെ യഹോവ അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി എന്ന് നാം വായിക്കുന്നു. പിന്നീട് നമ്മൾ പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയ പ്രവാചകൻ അഗ്നിമയ രഥങ്ങളുടെ സാന്നിധ്യത്തോടുകൂടി ആലളിയ ആകാശമേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടുന്നത് നാം കാണുന്നുണ്ട്. മറൂബ് മലയിൽ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ആലളിയ എടുത്തുകൊള്ളപ്പെട്ട ഏലിയാബും മരണപ്പെട്ട മോശയും യേശുക്രിസ്തുവിൻ്റെ തേജസ്കരണത്തെ ആലളിയ ഉയർന്ന മലയിൽ കൊണ്ടുപോയി തൻ്റെ അരുമ ശിഷ്യന്മാരായ പത്രോസിനും യാക്കോബിനും യോഹന്നാനും വെളിപ്പെടുത്തുമ്പോൾ താൻ ആലളിയ തൻ്റെ യഥാർത്ഥ സ്വരൂപം താൻ ആരാണ് എന്നുള്ളത്, അങ്ങോട്ട് പോയത് ഒരു മനുഷ്യനാണെങ്കിൽ ആ മലയുടെ മുകളിൽ വെച്ച് താൻ സർവശക്തനായ ദൈവമാകുന്നു എന്ന് അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയെ വെളിപ്പെടുത്തി. അതുകൊണ്ട് വിശുദ്ധ പത്രോസ് പറഞ്ഞു, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. മറൂബ് മലയിൽ വിശുദ്ധ പർവ്വതത്തിൽ വെച്ച് അവൻ്റെ മഹിമ കണ്ടു ഞങ്ങൾ. അപ്പോൾ അപ്പോസ്തലന്മാർക്ക് ആലളിയ അവരുടെ മറൂബ് മലയിലുള്ള സാന്നിധ്യം, മറൂബ് മലയിൽ അപ്പോസ്തലന്മാരുടെ നടുവിൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാരായ മോശയുടെയും ഏലിയാവിൻ്റെയും സാമീപ്യത്തിൻ്റെ നടുവിൽ തേജസ്കരിക്കപ്പെട്ടവനായി നിൽക്കുന്നു എന്ന് കാണാം. എന്നാൽ ശേഷം അപ്പോസ്തലന്മാർക്ക് ആർക്കും യേശുക്രിസ്തു ജീവിച്ചിരിക്കെ യേശുക്രിസ്തുവിൻ്റെ തേജസ്കരണത്തെ സംബന്ധിച്ചുള്ള യാതൊരുവിധ ദൃശ്യവും ലഭിച്ചതായി നാം കാണുന്നില്ല. എന്നാൽ പഴയ നിയമത്തിൽ എടുത്തുകൊള്ളപ്പെട്ട 2 പ്രവാചകന്മാരും പുതിയ നിയമത്തിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന ശരീരങ്ങളുടെ രൂപാന്തരവും അല്ലെങ്കിൽ മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനവും ജീവനുള്ള വിശുദ്ധന്മാരുടെ രൂപാന്തരവും വളരെ പ്രാധാന്യമുള്ള ഒരു കൽപ്പനയായി പുതിയ നിയമത്തിൽ നൽകിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഏറ്റവും വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങളിലൂടെയാണ്. ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1 തെസ്സലോനിക്കർ അതിൻ്റെ 4-ാമത്തെ അധ്യായം 13 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു: സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടുകൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യകരമായ പ്രത്യാശയാണ് കർത്താവിൻ്റെ മധ്യാകാശയുള്ള വരവും കർത്താവിൽ വിശ്വസിച്ച് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്ന മനുഷ്യരുടെ രൂപാന്തരവും അപ്രകാരം മരിച്ച് പ്രത്യാശയിൽ മൺമറഞ്ഞു പോയ മനുഷ്യരുടെ ആലളിയ പ്രത്യക്ഷതയും അല്ലെങ്കിൽ മനുഷ്യരുടെ പുനരുദ്ധാനവും മരിച്ചവരിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പും. ഇതാണ് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയൊരു പ്രത്യാശ. ബൈബിളിൻ്റെ രേഖകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിത്യമായി ജീവിക്കേണ്ടതിന് വേണ്ടിയാണ്.
മനുഷ്യൻ നിത്യമായി ജീവിക്കേണ്ടതിന് വേണ്ടിയാണ് മനുഷ്യൻ്റെ പാപബന്ധനങ്ങളെ അഴിച്ച് മനുഷ്യരെ സ്വതന്ത്രരാക്കുവാൻ ദൈവം പ്രത്യക്ഷമായത്, ദൈവപുത്രൻ എന്നുള്ള നിലയിൽ പ്രത്യക്ഷമായത് എന്ന് നമുക്കറിയാം. യോഹന്നാൻ്റെ തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പാപത്തിൻ്റെ, പിശാചിൻ്റെ ബന്ധനങ്ങളെ, കെട്ടുകളെ അഴിപ്പാനത്രേ ദൈവപുത്രൻ പ്രത്യക്ഷമായത്. അപ്പം ആദാമിൻ്റെ പാപം മുതൽ സകല മനുഷ്യരിലും ആദാം മുതൽ മരണം സ്വാധീനം ചെലുത്തുകയും നിത്യജീവൻ്റെ പ്രത്യാശ മനുഷ്യന് ഇല്ലാതെയാവുകയും ചെയ്തപ്പോൾ നിത്യജീവനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ നിത്യജീവനിലേക്ക് മടക്കി കൊണ്ടുപോകുവാൻ നിത്യജീവനായ ദൈവം മനുഷ്യ സദൃശമായ ഒരു ജഡത്തിൽ വന്ന് തൻ്റെ മാംസരക്തങ്ങൾ പാപത്തിൻ്റെ പരിഹാരമായ റാൻസമായി, മറുവിലയായി നൽകിക്കൊണ്ട് ദൈവകോപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് നമ്മെ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തു. നിത്യതയിൽ നാം അവൻ്റെ പ്രിയ മണവാട്ടിയായി വസിക്കുവാൻ ഉന്നതമായ വാഗ്ദത്തങ്ങളെ നൽകിയിരിക്കുന്നു. ഈ വാക്യങ്ങളെ സംസാരിച്ചതിന് ശേഷം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. എന്താണ് പറയുന്നത്? ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. പ്രത്യാശ നശിച്ച അനുദിനം പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് കൂപ്പൂത്തി കൊണ്ടുപോകുന്ന, ജീവിക്കുവാൻ തന്നെ പ്രയാസമായ ഒരു സ്പേസിലാണ്, ഭൂമുഖത്താണ് നാം ജീവിക്കുന്നത്. സമ്പത്തുള്ളവന് കുടുംബ പ്രശ്നങ്ങൾ, മറ്റ് രോഗപ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതെല്ലാം ഉള്ളവർക്ക് സമ്പത്ത് ഇല്ല എന്നുള്ളത് വലിയൊരു ബാധ്യതകളും കടവുമായ പ്രശ്നങ്ങളായി നിലനിൽക്കുന്നു. സ്ത്രീയിൽ നിന്ന് ജനിച്ചവനെല്ലാം കഷ്ടസമ്പൂർണനെന്ന് വായിക്കുന്നത് പോലെ ഈ ഭൂമുഖത്ത് ജനിച്ചപ്പെട്ട സകല മനുഷ്യനും ആദാമിൻ്റെയും ഹൗവയുടെയും ലംഘനത്താൽ കഷ്ടസമ്പൂർണരായി തീർന്നു. പലവിധ കഷ്ടങ്ങളാൽ ഭാരപ്പെടുന്ന ജീവിതം അതിൻ്റെ പേരിൽ അവസാനിപ്പിച്ചിട്ടുള്ള അനവധി ലക്ഷക്കണക്കിന് ആളുകൾ നമുക്ക് പൊതുവിൽ മനുഷ്യർക്കെല്ലാവർക്കും അറിയാം. നമ്മുടെയൊക്കെയും വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ ഈ ഭൂമിയിലെ വാസത്തിനിടയിൽ നമ്മൾ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത് നമ്മുടെ പരിചയത്തിലും സ്വന്തത്തിലും എത്രയോ പേർ ഈ ലോകം വിട്ടുപോയി. അപ്പം മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു ശൂന്യത, ദൈവത്തിനായി ഒരു ശൂന്യത ഉണ്ടായിരുന്നു. ആ ശൂന്യതയെ നികത്തുവാൻ അവർ ദൈവത്തെ സമീപിക്കുന്നതിന് പകരം ലോകത്തിൻ്റെ കാര്യങ്ങളിലേക്കും മദ്യത്തിലേക്കും മയക്കുമരുന്നുകളിലേക്കും കൂട്ടുകെട്ടുകളിലേക്കും പണമുണ്ടാക്കാനുള്ള വ്യഗ്രതയിൽ ചെയ്തു കൂട്ടിയ അനീതിപരമായ കാര്യങ്ങളിലേക്കെല്ലാം ചെന്ന് അതിൻ്റെ അന്ത്യമായ മരണം അവർ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഈ ലോകം വിട്ടുപോയി. എന്നാൽ പാപത്താൽ പാപത്തിൻ്റെ ശമ്പളമായ മരണം ആദാമ്യ പാപത്താൽ ഏറ്റെടുത്തുകൊണ്ട് വന്ന ഈ ഭൂമിയിലെ ഒരു മനുഷ്യനും നശിച്ചു പോകാതെ നാം ഏവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ആണ് ദൈവം നമുക്ക് വേണ്ടി ഒരു രക്ഷാപദ്ധതി ഒരുക്കി അവൻ കാലസമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്നും ജഡമെടുത്ത് ഈ ലോകത്തിലേക്ക് വരികയും തൻ്റെ ജഡമരണത്താൽ പിശാചിനെ തോൽപ്പിക്കുകയും അങ്ങനെ മരണഭയത്തിൽ അടിമത്തിലായിരുന്ന സകലരെയും വിടുവിച്ചുവെന്ന് ഹെബ്രായർ 2:14 നാം വായിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും അവൻ ആ വിടുതൽ പൂർണ്ണമായും മനുഷ്യവർഗത്തിന് വേണ്ടി കാൽവരിയിൽ നിവർത്തിച്ചുവെന്നും വിശുദ്ധ തിരുവെഴുത്തുകൾ രേഖപ്പെടുത്തിയിരിക്കുകയും അത് നാം കേട്ടുകൊണ്ടും പഠിച്ചുകൊണ്ടും ഇരിക്കുകയും ലോകത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയ സജീവമായ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിലൂടെയുള്ള മനുഷ്യൻ്റെ നിത്യജീവനും രക്ഷയും വ്യക്തമായി നാം അനുദിനം കേട്ടുകൊണ്ടിരിക്കെ വളരെ ചുരുക്കമായ ആളുകൾ മാത്രം ഇന്ന് ഈ സത്യത്തിന് ചെവി കൊടുക്കുകയും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്യുന്നുള്ളൂ എന്നുള്ളത് ഒരു പരമമായ സത്യം തന്നെയാണ്. അനേകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശ്രയം ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിലാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അതിൽ നാം ഇങ്ങനെ വായിക്കുന്നു: 19-ാമത്തെ വാക്യം, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരെത്രേ. അപ്പോൾ ഇവിടെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്, നാം ജീവിക്കുന്ന ഈ ഭൂമിയിലെ വാസത്തിൽ മാത്രമാണ് നമ്മളെ പ്രത്യാശ എങ്കിൽ അതിനു വേണ്ടിയാണ് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്. നമുക്കറിയാം, ഭൂരിഭാഗം വരുന്ന ക്രിസ്തീയ സമുദായങ്ങളും ലോക ജനസംഖ്യയിൽ ക്രിസ്ത്യാനിറ്റി എന്ന വിശാലമായ അർത്ഥത്തിൽ
വിശാലമായ തലത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെടുന്നത് കത്തോലിക്ക മുതലുള്ള എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളെയുമാണ്. അതിൽ പ്രൊട്ടസ്റ്റന്റുകാരുണ്ട്, ബാപ്റ്റിസ്റ്റുകാരുണ്ട്, ബ്രദറുണ്ട്, പ്രസ്ബറ്റീരിയൻസ് ഉണ്ട്, മെത്തഡിസ്റ്റുകളുണ്ട്, ലൂഥറൻസ് ഉണ്ട്, അതുപോലെ ബാപ്റ്റിസ്റ്റ് ബ്രദറിന്, ഇങ്ങനെ നിരവധി ആളുകളുണ്ട്, നാസറിൻസ് ഉണ്ട്. അങ്ങനെ നിരവധി സമൂഹങ്ങളുണ്ട്. ഇവരെയെല്ലാം പൊതുവിൽ ലോകം ക്രിസ്ത്യാനികൾ എന്നാണ് വിളിക്കുന്നത്. ഇവരുടെ എല്ലാം വിശ്വാസത്തിൽ ക്രിസ്തുവുണ്ട്. ചിലരെ സംബന്ധിച്ച് ക്രിസ്തു ദൈവത്തിൽ നിന്നും ജനിച്ച ഒരു മകനാണ്, ഒരു മനുഷ്യനാണ്. ചിലരെ സംബന്ധിച്ച് അവൻ 3 ദൈവങ്ങളിൽ ഒരു ദൈവമാണ്. ചിലരെ സംബന്ധിച്ച് അവർ ക്രിസ്ത്യാനികളെന്ന് പാരമ്പര്യ പ്രകാരം പറയുന്നുണ്ടെങ്കിലും അനേക ദൈവന്മാരിൽ ഒരുവനാണ്. ഇതര മതങ്ങൾക്കുള്ളതുപോലെ ഒരു ദൈവമാണ്, ക്രിസ്ത്യാനികളുടെ ദൈവമാണ്. ഇങ്ങനെയൊക്കെയാണ് ക്രിസ്തുവിനെ ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ എന്നാൽ ക്രിസ്തു മറ്റൊരു ദൈവമല്ലെന്നും സൃഷ്ടികർത്താവായ ദൈവമാണ് എന്നും അവനിലൂടെയും അവനാലും അവനു വേണ്ടിയും സകലവും സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് പുതിയ നിയമത്തിൽ എഴുത്തുകാരനായ വിശുദ്ധ പൗലോസ് പറയുന്നത്. ഉൽപ്പത്തിയിലും അവൻ തന്നെയാണ് സൃഷ്ടികർത്താവെന്ന് പഴയ നിയമവും പറയുന്നു. അപ്പോൾ സൃഷ്ടികർത്താവ് ആയ ഒരുവന് മാത്രമേ സൃഷ്ടികളെ വീണ്ടെടുക്കുവാൻ കഴിയുകയുള്ളൂ. സൃഷ്ടിയിലെ ഒരു ഭാഗം പോലും ആകാതിരുന്ന ഒരു വ്യക്തിക്ക് വീണ്ടെടുക്കുവാനും കഴിവുള്ളതല്ല. അപ്പോൾ അവൻ തന്നെയാണ് സൃഷ്ടികർത്താവ് ആയ ദൈവം തന്നെത്താനാണ് വീണ്ടെടുപ്പിൻ്റെ മറുവില കൊടുക്കേണ്ടതിന് മാംസരക്തങ്ങളിൽ മരിച്ച് ആ രക്തത്താൽ ഒരു വീണ്ടെടുപ്പ് സ്ഥാപിക്കേണ്ടതിന് ന്യായപ്രമാണത്തിലുള്ള രക്തബലികളെ ഷാഡോ ബലികളായി കൊടുത്ത ഒരു ദൈവത്തിന് മാത്രമേ സമ്പൂർണ്ണ ബലി കൊണ്ട് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള ബൈബിളിൻ്റെ ആധികാരികവും അടിസ്ഥാനപരമായ സത്യവും ആ തത്വവും ഉൾക്കൊണ്ട് യേശു ക്രിസ്തുവിനെ ഏക സത്യ ദൈവമായി വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യവും നിത്യജീവനും ഉണ്ടെന്നും ഈ കാണുന്ന ഈ ലോകത്തിലുള്ള വാസത്തിന് അപ്പുറമായി നിത്യമായ ഒരു ജീവൻ നമുക്ക് ഉണ്ട് എന്നും വിശ്വസിക്കുവാൻ വേണ്ടിയാണ് നാം ക്രിസ്തുവിൽ ആശ്രയിക്കുന്നതെങ്കിൽ നാം ഈ ലോകത്തിലുള്ളവരെ പോലെ അരിഷ്ടന്മാരല്ല. നമ്മുടെ പ്രത്യാശ ഈ ഭൂമിയിലല്ല. ഇതിനൊരവസാനമുണ്ട്. ഇത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. ഈ ഭൂമി നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതിൽ നിന്നും ദൈവം ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിനോടുകൂടെ മരിക്കുകയും എന്ന് വെച്ചാൽ പാപസംബന്ധമായി ക്രിസ്തുവിനോട് മരിക്കുകയും ക്രിസ്തുവിനോട് അടക്കപ്പെടുകയും ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സദൃശ്യമായ ഒരു പുനരുദ്ധാനത്തിൻ്റെ ഭാഗമായ സ്നാനത്തിലൂടെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തിലൂടെ പുതിയ ജീവനിലേക്ക് പ്രവേശിക്കുന്ന ഓരോരുത്തർക്കും ഈ ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ പ്രത്യാശ നമ്മുടെ മുമ്പിലുണ്ട്. ഈ പ്രത്യാശയെ സംബന്ധിച്ചാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. 1 കൊരിന്ത്യർ 15 അധ്യായം അതിൻ്റെ 45 മുതലുള്ള വാക്യങ്ങളിൽ, 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. 1-ാമത്തെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി, എന്ന് വെച്ചാൽ ജീവനുള്ള മനുഷ്യനായി മാറിയെങ്കിൽ, എന്നാൽ അവൻ്റെ ജീവൻ അവൻ്റെ തീരുമാനത്തിന് മുമ്പിൽ മരണപ്പെട്ടു. എന്നാൽ ഒടുക്കത്തെ ആദാം, 1-ാം ആദാം മനുഷ്യനായിരുന്നു, 2-ാമത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി, ലൈഫ് ഗിവിങ് സ്പിരിറ്റായി മാറി, ജീവൻ നൽകുന്ന ദാതാവായി, ജീവദാതാവായി മാറി, നിത്യമായ ജീവൻ നൽകുന്നവനായി ഒടുക്കത്തെ ആദാം മാറി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്തെ 1-ാമത്തേത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. അപ്പോൾ 1-ാമത്തെ കാര്യം നാച്ചുറലാണ്, 2-ാമതാണ് സ്പിരിച്വൽ, സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്ന കാര്യം സംഭവിക്കുന്നത്. ആദ്യം അത് പ്രാകൃതമായിരുന്നു, അത് ജഡസംബന്ധമായതായിരുന്നുവെങ്കിൽ 2-ാമത്തേത് അത് ആത്മസംബന്ധമാണ്, അതാണ് നിത്യജീവൻ. 1-ാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ട് ഉള്ളവൻ, 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. അപ്പോൾ ആദാം 1-ാമത്തെ മനുഷ്യനും അങ്ങനെ അതിൽ നിന്ന് ജനിച്ച സകല മനുഷ്യരുടെയും പിതാവും ജഡം സംബന്ധിച്ച് ആദാം പിതാവായിരിക്കുന്നുവെങ്കിൽ, 2-ാം മനുഷ്യൻ ആത്മാവ് സംബന്ധിച്ച് സകല മനുഷ്യൻ്റെയും പിതാവാണ്. നാം കേവലം ജഡം മാത്രമല്ല, നമ്മളിൽ ആത്മാവുണ്ട്. നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന, നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് നമ്മൾ സഭാപ്രസംഗിയിൽ നാം വായിക്കുന്നത്,
ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തിലേക്ക് മടങ്ങും എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാക്കളുടെ ദൈവമായ പിതാവ് ഹല്ലേലൂയ, ആ ആ ദൈവം ഒന്നാമത്തെ മനുഷ്യനെ ജഡമുള്ള മനുഷ്യനായി സൃഷ്ടിച്ചു. അവൻ തൻ്റെ ആത്മാവിനെ നിവേശിപ്പിച്ചു. എന്നാൽ അവൻ പിശാചിൻ്റെ ഹല്ലേലൂയ താല്പര്യത്തിന് തൻ്റെ ഭാര്യ മുഖാന്തരം വഴങ്ങിക്കൊടുക്കുക വഴി അവൻ തൻ്റെ നിത്യജീവൻ ഉപേക്ഷിക്കപ്പോൾ ആത്മാവായ അതേ ദൈവം രണ്ടാമനായി വരികയാണ്. ആത്മീയൻ രണ്ടാമത്തവൻ മണ്ണുകൊണ്ടുള്ളവനല്ല, രണ്ടാമത്തവൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്. സ്വർഗത്തിൽ ഒരുവനേ ഉള്ളൂ, സ്വർഗത്തിൽ പല ആളുകളില്ല. നമുക്കറിയാം, സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, വെളിപ്പാട് പുസ്തകമൊക്കെ വായിക്കുന്നത്. അപ്പോൾ ആ സ്വർഗീയനായവൻ മണ്ണ് കൊണ്ടുള്ളതിന് സദൃശ്യമായ ഒരു ശരീരത്തിൽ വെളിപ്പെട്ടു. മണ്ണ് കൊണ്ടുള്ള ശരീരത്തിലല്ല, മണ്ണ് കൊണ്ടുള്ളവൻ്റെ സാദൃശ്യത്തിൽ തന്നെ ഈ ലോകത്തിലേക്ക് സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ഇങ്ങനെ നാം വായിക്കുന്നു, രണ്ടാം മനുഷ്യൻ ഒടുക്കത്തെ അതം ജീവിയാകും. എന്നാൽ ആത്മീയമല്ല, പ്രാകൃതമത്തെ ഒന്നാമത്തത്. ആത്മീയം പിന്നത്തതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നും മണ്ണ് കൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് ഉള്ളവൻ. മണ്ണ് കൊണ്ടുള്ളവനെ പോലെ മണ്ണ് കൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. അപ്പം കേവലം ഈ ഭൂമിയിൽ മാത്രം പ്രത്യാശ വെച്ചിട്ട് ഇവിടെയുള്ള ജീവിതത്തോടുകൂടി എല്ലാം അവസാനിപ്പിക്കുന്നു എന്ന് വിചാരിക്കുന്നവർ കേവലം മണ്ണ് മാത്രമാണ്. അവർക്ക് ഇനിയൊരു പ്രത്യാശയില്ല. അവർ മരിച്ച് ഈ ഭൂമിയിൽ അവർ ജീവിച്ചിരുന്നതിൻ്റെ കണക്ക് ബോധിപ്പിക്കാനും പിന്നീട് അതിൻ്റെ ദണ്ഡനമേൽക്കുവാനും അന്ത്യ ന്യായവിധിയെങ്കിൽ എഴുന്നേറ്റ് വരിക മാത്രമാണ് അവർക്ക് ശേഷിക്കുന്നൊരു കാര്യം. അവരെ സംബന്ധിച്ച് പ്രത്യാശ അവസാനിച്ചു കഴിഞ്ഞു. എന്നാൽ രണ്ടാം മനുഷ്യനിൽ വിശ്വസിക്കുന്നവൻ അവൻ സ്വർഗീയനാണ്. അവനിൽ വിശ്വസിക്കുന്നവൻ അവർ സ്വർഗീയന്മാരായിരിക്കും. അവർ ഈ ഭൂമിയിലുള്ള വാസങ്ങൾക്ക് ശേഷം അവർ മരണപ്പെട്ടാലും അന്ത്യകാഹളത്തിങ്കിൽ, നാം വായിച്ച തെസ്സലോനിക്ക ലേഖനത്തിലെ കാഹളനാദത്തിങ്കിൽ നാം ഉയർത്തെഴുന്നേറ്റ് മേഘങ്ങളിൽ അവനെ എതിരേൽപ്പാൻ പുറപ്പെടും. ഒപ്പം അന്ന് ജീവനോട് കൂടിയിരിക്കുന്ന പ്രത്യാശയുള്ള ക്രിസ്തുവിൽ മരണപ്പെട്ട എല്ലാ വിശുദ്ധന്മാരും, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ ശരീരത്തിൻ്റെ രൂപാന്തരം സംഭവിച്ച് അങ്ങനെ നാം ഉയർത്തെഴുന്നേറ്റ പുതിയ മനുഷ്യരായി പുതിയ ദേഹത്തോടുകൂടി സ്വർഗത്തിൽ നൽകപ്പെട്ട ശരീരത്തോടുകൂടി ഈ രണ്ട് കൂട്ടരും ഒരുപോലെ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇതാണ് ബൈബിൾ നൽകുന്ന പ്രത്യാശ. ഉൽപ്പത്തി 7 തുടങ്ങുന്ന ഹാനോക്കിൻ്റെ കൊള്ളപ്പെടൽ മുതൽ നാം ഭൂമിയിൽ വരുവാനിരിക്കുന്ന ഒരു ദൈവത്തോടൊപ്പമുള്ള ഒരു യാത്രയെ സംബന്ധിച്ച്, ഒരു വിശ്രമത്തെ സംബന്ധിച്ചുള്ള നിരവധി പ്രവചനങ്ങളുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള രേഖകൾ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും പുതിയ നിയമത്തിലാണ് നിത്യജീവനെ സംബന്ധിച്ചും മനുഷ്യരുടെ തിരികെ പറുദീസയിലേക്കുള്ള വാസത്തെ സംബന്ധിച്ചും എടുത്തുകൊള്ളപ്പെടലിനെ സംബന്ധിച്ചും വ്യക്തമായ രേഖകൾ നൽകുന്ന വിവരങ്ങൾ നാം വായിക്കുന്നത്. പുതിയ നിയമത്തിലെ തന്നെ എഴുത്തുകാരിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലനാണ് ഏറ്റവും അധികം ഈ പ്രത്യാശയുടെ, ഈ പുതിയ ദേഹത്തിൻ്റെയും പുതിയ രാജ്യത്തെ സംബന്ധിച്ചും പുതിയ ആകാശത്തെ സംബന്ധിച്ചും പുതിയ ഭൂമിയെ സംബന്ധിച്ചും സ്വർഗത്തിലേക്കുള്ള നമ്മുടെ എടുത്തുകൊള്ളപ്പെടലിനെ സംബന്ധിച്ചുമുള്ള വിശദമായ രേഖകൾ നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്നവരായ നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നാം ജനനം കൊണ്ട് മനുഷ്യരാണെങ്കിലും നാം എല്ലാം ഒരേ പിതാവായ ദൈവത്തിൽ നിന്നും ജനിക്കപ്പെട്ടവരാണ്. സൃഷ്ടികളെ സംബന്ധിച്ച് ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും, ഭൂമിയിൽ ജീവിച്ചിരുന്നവരും ഇപ്പോൾ ജീവിക്കുന്നവരും ഇനി ജനിക്കാനിരിക്കുന്നവരുടെയും പിതാവ് ഒരുവനാണ്, ദൈവം ഒരുവൻ മാത്രം. അതുകൊണ്ട് മലാക്കി പ്രവചനം 2:10 പറയുന്നു, നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലേ ഉള്ളത്, ഒരു ദൈവം എത്രയും നമ്മെ എല്ലാം സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യൻ അവൻ്റെ കാലഘട്ടത്തിനും ആവാസ വ്യവസ്ഥയ്ക്കും അനുസരിച്ച് കാലാകാലങ്ങളിൽ അനേക ദേവീദേവന്മാരെ ഉണ്ടാക്കി അവരുടെ ഹൃദയത്തിലെ ഒരു ശൂന്യത, ദൈവം ഒരു പൂർണ്ണതയാണ്, ആ പൂർണ്ണതയില്ലാത്ത മനുഷ്യന് ഒരു ശൂന്യതയുള്ള മനുഷ്യനാണ്. ആ ശൂന്യതയുള്ള മനുഷ്യൻ എപ്പോഴും മിഥ്യാമൂർത്തികളെ ആരാധിക്കുവാനും ആ ശൂന്യത നികത്തുവാനും പരിശ്രമിക്കും. എന്നാൽ സത്യദൈവത്താൽ മാത്രമാണ് ആ ശൂന്യത നികത്തുവാൻ കഴിയുകയുള്ളൂ.
ആ സത്യദൈവത്തെ അന്വേഷിക്കുന്നവർ അവനെ കണ്ടെത്തും. അവനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ പ്രത്യക്ഷമാകുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ JCNDSDയുടെ സബ്സ്ക്രൈബേഴ്സായി ഞങ്ങളുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നവരോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ പ്രത്യാശ ഈ ഭൂമിയിലും വസ്തുവകളിലും കുടുംബ ബന്ധങ്ങളിലും മക്കളിലും ജോലിയിലും സമ്പത്തിലും ബാങ്ക് ബാലൻസിലും വയ്ക്കാതെ, ഈ അഴിഞ്ഞു പോകുന്ന നശിച്ചു പോകുന്ന തുരുമ്പെടുത്ത് നശിപ്പിക്കുന്ന അല്ലെങ്കിൽ കള്ളന്മാർ കവർന്നു കൊണ്ടുപോകുന്ന ഈ ലോകത്തിലെ വസതിയും വാസവും മാത്രം നോക്കിയിരിക്കാതെ നിത്യമായ ഒരു പറുദീസയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പകരയാഗമായി അർപ്പിക്കപ്പെട്ട അവൻ്റെ ബലിയിൽ ആശ്രയിച്ച് അവൻ്റെ മരണത്തിലും അടക്കത്തിലും പുനരുദ്ധാനത്തിലും ഭാഗവാക്കായി തീർന്നുകൊണ്ട് നിങ്ങളുടെ പാപം അവനോട് ഏൽപ്പിച്ച് പറഞ്ഞിട്ട് അവനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവും കർത്താവും ദൈവവുമായി സ്വീകരിച്ച് ദൈവവചനം മുന്നോട്ട് വയ്ക്കുന്ന വിശുദ്ധിയുള്ള ജീവിതം തികച്ച് കർത്താവിനെ വാനമേഘങ്ങളിൽ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഈ പ്രത്യാശ ലോകത്ത് ഇന്നോളം ആർക്കും നൽകാൻ കഴിയാത്ത മഹത്തരമായ പ്രത്യാശയാണ്. ഈ പ്രത്യാശയാണ് ഓരോ ദൈവവചന വിശ്വാസികളെയും മുന്നോട്ട് നടത്തുന്ന ചാലകശക്തി. ഇവിടെ ഓരോ ദിവസവും മരണം നേരിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും സൃഷ്ടികളുടെ വീഴ്ചയും ഈ ലോകത്തിൻ്റെ പരാജയവും അധാർമികതയും മ്ലേച്ഛതയും വഞ്ചനയും എല്ലാം കാണുമ്പോഴും ഒരു മനുഷ്യൻ്റെ പ്രത്യാശ എന്താണ്? ഇങ്ങനെ ഈ വചനങ്ങളാൽ അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവാൻ. കർത്താവിൻ്റെ പ്രത്യക്ഷതയാണ് ആശ്വാസത്തിൻ്റെ വചനം. ആ വചനത്തെ മുറുകെ പിടിച്ച് കർത്താവ് ഒരുക്കിയിരിക്കുന്ന രക്ഷ പൂർണ്ണമായി അവകാശപ്പെടുത്തുവാൻ ഈ നാളുകളിൽ ഞങ്ങളെ കേൾക്കുന്നവരായി നിങ്ങൾക്ക് ദൈവം ധാരാളമായ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. രക്ഷ വ്യക്തിപരമാണ്, അത് സമുദായങ്ങൾ നൽകുകയില്ല. നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന സമുദായത്തിൽ നിൽക്കുന്നതിൻ്റെ ഭാഗമായി രക്ഷ നമുക്ക് ലഭിക്കുകയില്ല. കാരണം ദൈവരാജ്യത്തിൽ കൊച്ചുമക്കളില്ല, ഓരോരുത്തരും മക്കൾ മാത്രമാണ്. അപ്പനും അമ്മയും ക്രിസ്ത്യാനികളായതുകൊണ്ട്, അപ്പനും അമ്മയും കർത്താവിനെ വ്യക്തിപരമായി സ്വീകരിച്ചതുകൊണ്ട്, രക്ഷ സ്വീകരിച്ചതുകൊണ്ട് അവർക്ക് ജനിക്കുന്ന മക്കൾക്ക് രക്ഷ ലഭിക്കുകയില്ല. അവരും അവരുടെ രക്ഷിതാവും കർത്താവും ദൈവവുമായി യേശുവിനെ വിശ്വസിക്കുകയും യേശുവിനോട് ചേർന്ന് ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവർക്കും ഒരേപോലെ ദൈവത്തിൻ്റെ മക്കളായി തീർന്ന് വാഗ്ദത്ത വിഷയങ്ങളെ പ്രാപിക്കാൻ സാധിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇന്ന് രാത്രി ഒരു ചെറിയ സന്ദേശവുമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ സ്വർഗത്തിലെ വലിയവനായ പിതാവ് ഒരുക്കിയ ഭാഗ്യപദവിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒപ്പം ഇങ്ങനൊരു അവസരം വേർതിരിച്ചെന്ന ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർക്ക് എല്ലാ നന്മയും എല്ലാ ഹല്ലേലൂയ വന്ദനവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവായ യേശുവ മെസ്സിഹ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിത്യവൻ്റെ പൂർണ്ണതയിലേക്ക് നടക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് പ്രേരണ നൽകുകയും സത്യത്തിൻ്റെ പൂർണ്ണതയിൽ നിങ്ങളെ നടത്തുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങൾ അവന് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമോ? ഹല്ലേലൂയ.